ആഗ്രഹമില്ല. എന്താ ചെയ്യ, ഗതികേടുകൊണ്ട് പോവാണ്. പോയ പിന്നെ ഞാനിവിടെ ഒറ്റക്കാണ്. നിങ്ങൾക്കറിയാലോ, കല്യാണം കഴിഞ്ഞിട്ട് ഒരു 6 മാസമായിട്ടുള്ളൂ. അന്നെ വിട്ടു പോവാൻ തീരെ പൂതില്ല. പക്ഷെ നമ്മളെ ഗതികേട് കൊണ്ട് പോവാണ്. എന്റെ കരച്ചില് കാണുമ്പോ എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റാ. അങ്ങനെയാണെങ്കിൽ ഞാൻ പോണില്ല. പിന്നെ നിങ്ങൾ എന്ത് വളക്കമത്ത വർത്താനം പറഞ്ഞു? ഞാൻ വെറുതെ തമാശക്ക് പറഞ്ഞല്ലേ പോയോണ്ടാന്ന്. നിങ്ങൾ വലിയ ഇങ്ങനെ പണ്ട് അങ്ങനെ തന്നെയാണ്. ഇതിൽ പറയുമ്പോഴത്തേക്കാണ് കയറി പിടിക്കൂ തമാശയിൽ. മര്യാദക്ക് പോയിക്കോളെ, മൂക്കിനോടൊപ്പം കടാണ് ഇവിടെ. മനുഷ്യർക്ക് തമാശ പറയാനും പറ്റൂല. എന്താ ചെയ്യാ, ഇയാളെ കൊണ്ട് എന്തായാലും കാക്ക പോവാണ്. കാക്ക പോയാല് കാക്കാന്റെ കുട്ടി സങ്കടം പറയാതെ സങ്കടമില്ലാതെ ജീവിക്കണം. ഞാൻ തോനെ കായ് അയച്ചുണ്ട്. അത് മതി. പിന്നെ കാക്ക പോയിട്ട് 2 കൊല്ലാകുമ്പോൾ തിരിച്ചു വരാം. അപ്പോൾക്ക് എൻ്റെ കുട്ടിക്ക് വേറെ പൂതിയൊന്നും തോന്നരുത്. എന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞു? ഞാൻ നിങ്ങളെ ഇല്ലാതെ വേറെ എന്തിന്റെ മനസ്സിലുണ്ടാവൂല. ഇന്ന് വരെ എത്ര കൂടെ പഠിച്ച ആൾക്കാരെ പല പെണ്ണും വന്നിനെ കണ്ടതാ. നിങ്ങളെ കണ്ടപ്പോ തന്നെ ഇഷ്ടപ്പെട്ടു. എന്താ കാരണം നിങ്ങളെ കൽബിന്റെ വിശാല കൊണ്ട് ഇഷ്ടപ്പെട്ടതാണ്. എന്റെ സൗന്ദര്യം കണ്ട ആരാരും കൊതിച്ചു. പിന്നെ പൂച്ച വീട്ടിൽ ഇവിടെ കൊടുത്ത സൗന്ദര്യം അല്ല, ഒന്നല്ല, പൂച്ച വടക്കുറത്ത് കയറി പാലടിച്ചില്ല എന്ന് പറഞ്ഞു. എന്തായാലും എൻ്റെ കുട്ടി പലരും പറഞ്ഞു വരൂട്ടാ. അങ്ങോട്ടൊന്നും നോക്കും ചെയ്യരുത്, കണ്ണും കൊടുക്കരുത്. എന്താ നിങ്ങൾ ഇതിനെപ്പറ്റി അങ്ങനെയൊക്കെ വിചാരിക്കണം? ഇങ്ങോട്ട് പോയിക്കോടിന്ന്. നമുക്ക് സ്വകാര്യ ജീവിക്കാനാണ് കാക്ക അങ്ങോട്ട് പോണത്. നമുക്കറിയാലോ എന്തോരം പണം വെച്ചിക്കണ്. പിന്നെ സൈനാത്താർക്ക് കൊടുക്കാനുള്ള 3 ലക്ഷം, അങ്ങനെ ഒരുപാട് കടകളല്ലേ. കടമൊക്കെ ഉണ്ടല്ലോ, അത് വീട്ടണ്ടേ. നിങ്ങൾ ഇറങ്ങാൻ നമുക്ക് സുഖമായിട്ട് ജീവിക്കണം. ശരിയാണ്. അഥവാ എനിക്ക് ഞാനില്ലാത്ത സമയത്ത് എൻ്റെ പൊന്നൂന് എന്തെങ്കിലും തെറ്റ് ചെയ്യാൻ തോന്നിയാൽ ഒരു കോഴിമുട്ട മേടിക്കാം, എന്നിട്ട് ആ പെട്ടിയിലാണ് കൊണ്ടുവെക്കുക. അങ്ങനെ ഒരു പറ്റ എനിക്ക് തെറ്റോ? ഞാനങ്ങനെ തെറ്റ് ചെയ്യോ? അപ്പൊ ചെറിയ തെറ്റ് ചെയ്താൽ എന്താ ചെയ്യാ? ഒരു കാടമുട്ട വെച്ചാൽ മതിയാവുമല്ലേ? അങ്ങനെയാണെങ്കിൽ വലിയ തെറ്റ് ചെയ്താലോ? അതിനല്ല തറമുട്ടുള്ളത്. എന്തായാലും എന്റെ പൊന്നും കട്ടതൊന്നും ചെജൂല നമുക്കറിയാം. ഒരിക്കലും ചെയ്യില്ല. നിങ്ങൾ പോവാൻ നോക്കി വർത്താനം പറഞ്ഞത് വിമാനം പോയി പോണ്ട. ഗതികേടുകൊണ്ട് പോകാണ്. പിന്നെ മൂല്യരെ വിളിക്കും ദോരക്കണ്ടേ? ഒരു ബൈക്ക് പോകുമ്പോ ദോരന്ന് ഇറങ്ങാനും. മൂല്യരെ നിങ്ങൾ ഇപ്പൊ തന്നെ വിളിച്ചാ ദോരന്ന് ഇപ്പൊ തന്നെ ഇറങ്ങൂലേ? നിങ്ങൾ ഇപ്പൊ തന്നെ പോവല്ലേ? പെട്ടി ഓട്ടോ കാട്ടേക്കാ ഉള്ളിന്ന് കരഞ്ഞതാണ്. ഉസ്താദെ, പത്തിരി അരച്ചൊക്കെ നല്ല കഴിച്ചില്ലേ? എമ്പാടും കഴിച്ചു. നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കിയേക്കണ്. എന്റെ കൈപ്പുണ്യം മോശം ഉണ്ടാവും ഉസ്താദേ? ഒരിക്കലും പറയാൻ കഴിച്ചൂല. പിന്നെ കാട പൊരിച്ച് ഞാൻ തൊട്ടിട്ടില്ല. എന്തെന്നു? അത് ബന്ധിട്ടില്ല. ഇനി പള്ളിന്ന് ബന്ധോളം ഉണ്ടായിരിക്കും. ആ ചെയ്യാൻ നോക്കിയപ്പോ ആരായിരിക്കണം. ഇതൊക്കെ അതിൽ തിന്നതിനെ പറ്റി പറഞ്ഞിക്കഴിഞ്ഞാൽ എനിക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. ആരാ ബീഫ് വരട്ടിയത്? അതിന്റെ മൂത്തമ്മ സുലേഖ താത്ത. മൂത്തമ്മനോട് ഞാൻ ചോദിച്ചു തരണാളാ. പൊടിന്റെ കമ്മി ഉണ്ടായില്ലേ? വാലുള്ളുമ്പോ തലാട്ടണ്ട. അതാണ് കാര്യത്തൊക്കെ കടക്കാം. റബ്ബുൽ ഇസ്സത്തായ തമ്പുരാനേ, ഈ കുഞ്ഞിന്റെ യാത്ര നീ സഫലീകരിച്ചു കൊടുക്കണേ റബ്ബേ. ഇവൻ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം നീ കാക്കണേ പടച്ചോനെ. എവിടെ തിരിഞ്ഞാലും സൽഗതി മാത്രം നൽകണേ വീരാനി റബ്ബേ. അത്രക്കണ്ട ആമിമാണ്. മുമ്പിലും കരുണയോടെ നിൽക്കണേ റബ്ബേ. ഇവൻ വീട്ടിലേക്ക് അയക്കുന്ന ശമ്പളം കൊടുക്കുന്ന സമയത്ത് ഈ എന്നും കൂടി ഓർക്കാൻ സഹായിക്കണേ റബ്ബേ. അതിനെന്താ ആമില്ലാത്തത്? നഷ്ടം വരും. അതാ എന്നാലും വെറുതെ ഒന്ന് വിട്ടാളാ. ഈ കുടുംബത്തിന് നീ കാക്കണേ അല്ലാ. ഞാൻ തിരിഞ്ഞു നോക്കണില്ല. ഈ സ്നേഹങ്ങൾ എന്നും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ. ഇവൻ തിരിച്ചു വരുന്ന വരെ ഇവൻ ഇവിടെ ഉണ്ട് എന്നുള്ള ചിന്തയിൽ ജീവിക്കണം. ഞാനങ്ങോട്ട് ഇറങ്ങട്ടെ.
കായായിട്ടൊന്നുമില്ല. ആണ്ടാ നീക്ക് വിട്ടോ സ്കാനർ ഇതൊക്കെയാണ്. ആ ഗൂഗിൾ പേ ഉണ്ട് അതൊക്കെ. ഗൂഗിൾ പേ ഉണ്ട്. ഇപ്പൊ അതാണ് ട്രെൻഡ് ചാമ്പിക്കോളി. വന്നിക്കണ്. പിന്നെ ഇതിന് വിളിച്ചിട്ട് കുറെ ആൾക്കാർ കായ് തരാത്തുണ്ട്. നാളെ ഇറങ്ങിയിട്ട് ഓലൊക്കെ ഒന്ന് പിടിച്ചു വെക്കണം കേട്ടോ. പിന്നെ ഇടക്കിടക്ക് ഇതിനെ കുറിച്ചൊക്കെ ഒന്ന് ആലോചിച്ചോളുണ്ട്. അല്ല ഈ പരിപാടിക്കൊക്കെ വിളിച്ചാൽ കായൊക്കെ ഗൂഗിൾ പേ തരുവാണെങ്കിൽ നിങ്ങൾക്കുള്ള ഭക്ഷണം ഓരെന്താ ചെയ്യാ? ഇറച്ചിയും പൊറാട്ടം ഇനി പോട്ടം വിട്ട് തരും. ഓ ഞാനതാ പോട്ടം നോക്കി കണ്ട് ഓട്ടർച്ചും വിളിച്ച് ഹോട്ടലിൽ പോയി കണ്ട് വള്ളം അരച്ചു തിന്നു എൻ്റെ കൈ കൊടുത്ത് കണ്ട്. നമ്മളുടെ കായ് പോയില്ലേ? പഴയ മാതിരിയല്ലല്ലോ വീരാനെ, കാലം പുരോഗമിച്ചിട്ട് വീരാനെ ഇറങ്ങാൻ നോക്കേ. ആമേ പോയിക്കോളി അവതാരിച്ചെന്നു നേരം കഴിഞ്ഞ പോയിക്കണിഞ്ഞ് മതി. അവൻ്റെ റബ്ബേ പഠിച്ചവന് 12 മണിക്ക് വിമാനം ഇറങ്ങുന്നു പറഞ്ഞ മനുഷ്യ സമയത്ത 1:15 ഇപ്പോഴും കാണാനില്ലല്ലോ എൻ്റെ റബ്ബേ. എത്ര നേരത്തെ മനുഷ്യ നോക്കി ഇരിക്ക. അല്ലാ പഠിച്ചവനെ, മുത്തുമണിയേ കാലായി കണ്ടിട്ട് 2 കൊല്ലം കഴിഞ്ഞിട്ട് വരാന്ന് പറഞ്ഞു പോയിട്ട് അവിടുന്ന് ബിസ പോയി കള്ളവണ്ടിയിൽ കയറി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പിന്നെ ആൾക്കാർ പിടിച്ചിട്ട് ജയിലിലിട്ട് 15 കൊല്ലായില്ല എന്നെ കണ്ടിട്ട്. പഠിച്ചോനെ ഫോണീ കാണുന്ന മാറ്റല്ലോ. നിങ്ങള് ഫോണിൽ കാണാൻ കാട്ടി പ്രായങ്ങളെ മുടിയൊക്കെ ധരിച്ചു പോയി. കാക്കാനോട് പൊറുക്കണട്ടാ. എന്തേന്നു അത്രയും കാലം എന്നെ കാത്തിരുന്ന് എന്നെയും കാത്തിരുന്ന് എന്റെ കുട്ടിക്ക് തെറ്റൊന്നും പറ്റിയിട്ടില്ലല്ലേ? അങ്ങനെ ഒന്നും ഞാൻ 25 കൊല്ലങ്ങളില്ലാത്ത കുറവ് ഞാനൊന്നും വെച്ചിട്ടുണ്ട്. ഒന്നും ഞാൻ സംഭവിച്ചിട്ടില്ല. അല്ല നമ്മള് പറഞ്ഞ മുട്ട അവിടെ എന്ത് പോയി മുട്ട ഞങ്ങളിത് പോയി തുറന്നു നോക്കിട്ടാ. നിങ്ങളെ കയ്യായിട്ട് തന്നെ തുറന്നോളിതാ. തുറന്നു നോക്കി 25 കൊല്ലം നിങ്ങൾ ഇട്ടെറിഞ്ഞ് പോയിട്ട് ഇടക്കിടക്കുന്ന ഫോണിൽ വിളിക്കാന്നല്ലാണ്ട് നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം സന്തോഷായി. കാക്കാക്ക് സന്തോഷായി. എന്നാലും 25 കൊല്ലത്തിന്റെ ഇടയിൽ 3 തെറ്റല്ലേ ചെയ്തിട്ടുള്ളൂ. സന്തോഷായി. സങ്കടമില്ല. എന്താ വെച്ചാല് പെണ്ണുങ്ങളല്ലേ, മനുഷ്യന്മാരല്ലേ. നിങ്ങൾ അതിന്റെ അടിയിരിക്കണ മഞ്ഞപ്പെട്ടി തുറന്നു നോക്കിക്കണ. ഇതേതാടി മഞ്ഞപ്പെട്ടി? അതിലൊരു സൂത്രണ്ട്. പോയി ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ തുറന്നു നോക്കിയാൽ ഒരു സൂത്രണ്ട്. അള്ളന്റെ അമ്മ ഊരോണ്ട് മറ്റ. എന്താടി ഇതിന് ഇത്ര തോനെ കായി? അത് കുറച്ചൊന്നല്ല, 45 ലക്ഷം ഉറുപ്പ്യൻ്റെ അതില്. 45 ലക്ഷം ഉറുപ്പ്യ? ആ എങ്ങനെയായിട്ട് ഉണ്ടാക്കിയത്? ഇക്കറിയാം ഞങ്ങൾ ഉടുതുണിക്ക് മറുതുണി ഇല്ലാണ്ട് തിരിച്ച് മാങ്ങറിഞ്ഞ വടി പോലെ തിരിച്ച് വരുന്നു. 25 കൊല്ലായി നിങ്ങൾ പോയിട്ട് 10ന്റെ കായങ്ങളുടെ അടുത്ത് ഉണ്ടാ. ബാക്കിയുള്ള കോഴിമുട്ടൊക്കെ ഞാൻ വിറ്റ് 45 ലക്ഷം ഉറുപ്പിയുടെ മുട്ട.